ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനം തൈര്, മല്ലിയില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, സവോള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായ സവോളയും തക്കാളിയും കറിവേപ്പിലയും കൂടെ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളിയും സവോളയും നല്ലപോലെ ഒന്ന് വാടിക്കഴിയുമ്പം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും സവോളയും പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം. അങ്ങനെ ചിക്കൻ നമ്മുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. അങ്ങനെ ചിക്കൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഗ്രേവിയിലോട്ട് വറുത്ത് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. നമ്മുടെ ദം ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മുടെ ഗ്രേവിയിലാണ്. ആ ഗ്രേവിയിലെ കൂട്ടുകളെല്ലാം കറക്റ്റായ നമ്മുടെ ദം പൊളിക്കും. അപ്പോൾ അങ്ങോട്ട് വേഗട്ടെ, നമ്മുടെ ചിക്കനിലോട്ട് ആ ഗ്രേവി എല്ലാം അങ്ങോട്ട് പിടിച്ചു വരട്ടെ. നല്ല മണം, ആഹാ എന്താ മണം. അപ്പം നമ്മുടെ ദം ബിരിയാണിക്ക് ആവശ്യമായ റൈസ് വെന്തിട്ടുണ്ട്. റൈസ് വേവിക്കാനായി 2-3 കുരുമുളകിട്ട്, ഒരേലക്ക, ഗ്രാമ്പൂ, കുറച്ച് നെയ്യ് വെള്ളത്തിലൊഴിച്ച് ഇതെല്ലാം കൂടെ തിളച്ച് കഴിഞ്ഞപ്പോൾ റൈസ് ഇട്ട് കൊടുത്ത് റൈസ് അങ്ങനെ വെന്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദമ്മിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സാധൂറിയൻ ദം ബിരിയാണിയിലോട്ട് ഉള്ളി ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മല്ലിയില, അല്പം ഗരം മസാല വിതറിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. അപ്പോൾ ഒന്ന് ദമ്മാക്കാം. അങ്ങനെ ദമ്മാക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ദമ്മാക്കാം. അങ്ങനെ നമ്മുടെ ദമ്മിൻ്റെ കൂടെ കഴിക്കാനുള്ള സൈഡ് ഡിഷായ സാലഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടച്ചു വെച്ച് 10 മിനിറ്റ് ആവി കയറ്റി ആ അടുപ്പിൽ നിന്ന് നമ്മൾ മാറ്റി തീ ഓഫൊക്കെ ചെയ്ത് ഇനി ഇങ്ങനൊരു 10 മിനിറ്റ് ഇരുന്ന് ദമ്മാകണം. നമ്മുടെ സ്വാദിഷ്ടമായ ദം ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ.